നമസ്കാരം. സംസ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളമടക്കമുള്ള 4 സംസ്ഥാനങ്ങളുടെയും അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത്. ഏപ്രിൽ 9-നാണ് കേരളത്തിലും അസമിലും അതുപോലെ തന്നെ പുതുച്ചേരിയിലും തെരഞ്ഞെടുപ്പ് നടക്കുക. ഏപ്രിൽ 9-ന് ഒറ്റഘട്ടമായിട്ട് തന്നെ അസം, കേരളം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. തമിഴ്നാട്ടിലും ഒറ്റഘട്ടമായിട്ട് തന്നെയാണ് 243 മണ്ഡലങ്ങളിലും ഒറ്റഘട്ടമായിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 23-ന് നടക്കും. പശ്ചിമ ബംഗാളിൽ 2 ഘട്ടമാണ്. അത് ഏപ്രിൽ 23-നും 29-നുമായിരിക്കും നടക്കുക. ഫലപ്രഖ്യാപനം മെയ് 4-നാണ്. മെയ് 4 ഈ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായി മാറുന്നു. 17.4 കോടി ജനങ്ങളാണ് വിധിയെഴുതുക. ഈ ജനങ്ങളുടെ വിധിയെഴുത്ത് എന്താകും എന്ന് അറിയാൻ സാധിക്കുക മെയ് 4-ന് മാത്രമായിരിക്കും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുന്നണികളെയും പാർട്ടികളെയും എല്ലാം ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ഇനി 1 മാസത്തിന് താഴെ മാത്രം ദിവസമേ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളൂ. പ്രധാനപ്പെട്ട മുന്നണികൾ സീറ്റ് വിഭജന ചർച്ച പോലും പൂർത്തിയാക്കാത്ത ഒരു സാഹചര്യമുണ്ട്. കോൺഗ്രസിലാണെങ്കിൽ വലിയ പ്രശ്നം സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം അവർ ഇപ്പോൾ നേരിടുന്നുണ്ട്. പല പ്രമുഖ നേതാക്കന്മാരെയും വരുതിയിലാക്കാനും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അഭിപ്രായ ഐക്യം ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ഇതുവരെയും ഹൈക്കമാൻഡ് അടക്കമുള്ള നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയക്രമം, അതായത് ഏപ്രിൽ 9 എന്ന ഒരു സമയക്രമം ചില രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കേരളം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. കേരളം പോളിംഗിലേക്ക് നീങ്ങുകയാണ്. ഏപ്രിൽ 9-ന് കേരളം മാത്രമല്ല 4 സംസ്ഥാനങ്ങൾ, കേരളം, തമിഴ്നാട്, അസം, പശ്ചിമ ബംഗാൾ എന്നിങ്ങനെ 4 സംസ്ഥാനങ്ങൾ അതോടൊപ്പം കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം 2026 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിരവധി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിൽ കടന്നുപോയി. അത് ബീഹാറും ദില്ലിയുമാണ് കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പ്. ഈ 2 ഇടങ്ങളിലും BJP വലിയ വിജയം നേടുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിലിരിക്കുന്നത് അസമിൽ മാത്രമാണ്. അസമിൽ 2016 മുതൽ BJP ഭരണകക്ഷിയാണ്. 2016-ൽ അവർ അസം സംസ്ഥാനത്ത് അധികാരത്തിൽ വരുന്നു. 2021-ൽ ഭരണ തുടർച്ച നേടുന്നു. അടുത്ത 2026-ൽ 3-ാം തവണയും ഭരണ തുടർച്ച നേടാനുള്ള അല്ലെങ്കിൽ അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ അസമിലുണ്ട്. കാരണം അവിടുത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടി വലിയ പ്രതിസന്ധിയെ സംഘടനാപരമായി നേരിടുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഒട്ടനവധി കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അത്തരം വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് തൽക്കാലം അസമിൽ ഭീഷണിയൊന്നുമില്ല, ഭരണ തുടർച്ച തന്നെയാകും എന്നാണ് ഒട്ടുമിക്ക സർവേ ഫലങ്ങളും പ്രവചിച്ചിരിക്കുന്നത്. പക്ഷേ BJPക്ക് ഒട്ടും സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടുമെല്ലാം. NDA മുന്നണിയാണ് പുതുച്ചേരി ഭരിക്കുന്നത്. എങ്കിൽ പോലും തമിഴ്നാട്ടിലും കേരളത്തിലും BJP എത്രമാത്രം മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ദേശീയ തലത്തിൽ കേരളത്തിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടാൻ BJPക്ക് സാധിച്ചിരുന്നില്ല. തമിഴ്നാട്ടിൽ പാർട്ടി കൂടുതൽ ജനസ്വാധീനം നേടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വോട്ടിംഗ് ശതമാനം വർദ്ധിക്കും, സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നെല്ലാം കേന്ദ്ര നേതൃത്വത്തിന് പ്രതീക്ഷയുണ്ട്. അതെങ്ങനെയാകും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക തമിഴ്നാട്ടിലും കേരളത്തിലും? അതാണ് BJPയുടെ ദേശീയ നേതൃത്വം ഉറ്റുനോക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പശ്ചിമ ബംഗാളിലേതാണ്. പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മമതാ ബാനർജിയാണ് അവിടെ മുഖ്യമന്ത്രി. മമതാ ബാനർജി ഭരണകൂടത്തെ താഴെയിറക്കാൻ സാധിക്കുമോ? BJP മുഖ്യ പ്രതിപക്ഷമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തവണ ഭരണം പിടിക്കാൻ BJPക്ക് സാധിക്കുമോ എന്നതാണ് ബംഗാളിലെ ചോദ്യം. അതായത് മമതാ ബാനർജി തുടരുമോ? BJP ആ സംസ്ഥാനം പിടിച്ചെടുക്കുമോ? ഇതാണ് ഈ 2 ചോദ്യങ്ങളാണ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ചോദ്യം. എന്തായാലും ഈ ചോദ്യങ്ങൾ കഴിഞ്ഞ അടുത്ത ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഉത്തരം ലഭിക്കുന്ന ചോദ്യങ്ങളാകും. മെയ് 4-ന് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാകും. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വ്യക്തമാവുകയാണ്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ SIR നടപടിക്രമങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെല്ലാം SIR നടപടിക്രമങ്ങൾ വളരെ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. എന്തെല്ലാം നീക്കങ്ങളാണ് SIR നടപടിക്രമങ്ങൾക്കെതിരെ ഉണ്ടായത്? വലിയ നിയമ പോരാട്ടങ്ങൾ നടന്നു. സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടങ്ങൾ നടന്നു. മാത്രമല്ല ഈ ചില വ്യാജ പ്രചരണങ്ങളടക്കം നടന്നു. BLOമാരുടെ ആത്മഹത്യ, അങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങൾ ഈ SIR ഈ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ലിസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ
വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കാനുള്ള ഒരു തന്ത്രമാണ് എന്നുവരെയൊക്കെയുള്ള പ്രചരണങ്ങൾ നടന്നു. പക്ഷേ ആ പ്രചരണങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾ ഉത്സാഹത്തോടുകൂടി തന്നെ SIR പ്രക്രിയയിൽ പങ്കുകൊണ്ടു. അതിൻ്റെ ഭാഗമായി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കപ്പെട്ടു. അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. SIR വിജയകരമായി പൂർത്തിയാക്കാൻ വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും, BLO അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നന്ദി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ ബംഗാളിലടക്കം, പശ്ചിമ ബംഗാളിലടക്കം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പരിശോധിച്ചാൽ തന്നെ കഴിഞ്ഞ തവണ 6 or 7 തവണയായി ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളാണ്. അവിടങ്ങളിലെല്ലാം 2 ഘട്ടം മാത്രമാണ്. ബാക്കി സംസ്ഥാനങ്ങളെല്ലാം, പശ്ചിമ ബംഗാളിൽ മാത്രമാണ് 2 ഘട്ടം. അത് 2 ഘട്ടങ്ങളായി കുറഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നത് തന്നെയാണ്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശക്തിയെ സൂചിപ്പിക്കുന്നതാണ്. അവരുടെ സംവിധാനങ്ങളുടെ ഒരു വലിയ ശക്തി അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇത്ര ഒറ്റഘട്ടമായി തന്നെ വലിയ സംസ്ഥാനങ്ങളിൽ പോലും തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു വലിയ സാഹചര്യം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉണ്ടായിരിക്കുന്നു. അത്രമാത്രം ക്രമസമാധാന പ്രശ്നങ്ങളിൽ കുറവുണ്ടായിരിക്കുന്നു. ഇതെല്ലാമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും ഇനി ഈ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ നാളുകളാണ്, പ്രചരണ ചൂടുകളാണ്. ഈ പ്രചരണ ചൂടും അതോടൊപ്പം തന്നെ വലിയ പോരാട്ടവും ഹൈ പവർ പ്രചരണത്തിനുമൊക്കെ ശേഷം ജനം വിധിയെഴുതും. ആ ജനത്തിൻ്റെ വിധിയെഴുത്ത് എന്താകും എന്ന് കാത്തിരിക്കുകയാണ് ജനാധിപത്യ ഭാരതം. ഈ സംസ്ഥാനങ്ങളിൽ വലിയ പങ്കാളിത്തം തന്നെ, പൊതുജന പങ്കാളിത്തം തന്നെയാകും തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവുക. ചരിത്രപരമായ പങ്കാളിത്തം ഈ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും ആശിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.